വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറ 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിലെ സാമൂഹിക, വിദ്യാഭ്യാസ, സാംസ്കാരിക രംഗങ്ങളിൽ വൻ വിപ്ലവം സൃഷ്ടിച്ച മഹാനായ നവോത്ഥാന നായകനും കത്തോലിക്കാ സഭയിലെ വിശുദ്ധനുമാണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ. ഒരു പള്ളിക്ക് ഒരു പള്ളിക്കൂടം, എല്ലാ ദേവാലയങ്ങൾക്കൊപ്പവും വിദ്യാലയം എന്ന ചരിത്രപ്രധാനമായ കൽപ്പന പുറപ്പെടുവിച്ചു. ജാതിമത ഭേദമന്യേ എല്ലാവർക്കും വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ ഇത് വഴിതെളിച്ചു. ഉച്ചക്കഞ്ഞി പദ്ധതി, പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണം നൽകുന്ന പദ്ധതിക്ക് തുടക്കമിട്ടു. ഈ മാതൃകയാണ് പിന്നീട് കേരള സർക്കാർ ഔദ്യോഗിക ഉച്ചഭക്ഷണ പദ്ധതിയായി നടപ്പിലാക്കിയത്. അച്ചടിശാല, മാന്നാനം പ്രസ് 1846-ൽ കോട്ടയം മാന്നാനത്ത് സെന്റ് ജോസഫ്സ് പ്രസ് എന്ന പേരിൽ ഒരു തദ്ദേശീയ അച്ചടിശാല സ്ഥാപിച്ചു. മൂന്നാമത്തെ മലയാള പുസ്തകവും കത്തോലിക്കാ സഭയുടെ ആദ്യത്തെ ദിനപത്രമായ നസ്രാണി ദീപിക, ഇന്നത്തെ ദീപിക, അച്ചടിച്ചതും ഇവിടെ നിന്നാണ്. 1805 ഫെബ്രുവരി 10-നാണ് ആലപ്പുഴ ജില്ലയിലെ കൈനകരിയിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ ജനിച്ചത്. കുര്യാക്കോസ്, മറിയം ദമ്പതികളുടെ ഇളയ മകനായിരുന്നു അദ്ദേഹം. 2014 നവംബർ 23-നാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ ഔദ്യോഗികമായി വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. കാനനൈസേഷൻ. ചാവറയച്ചനോടൊപ്പം സിസ്റ്റർ യൂഫ്രേസ്യയെയും, വിശുദ്ധ യൂഫ്രേസ്യ, അന്നേ ദിവസം തന്നെ വിശുദ്ധയായി പ്രഖ്യാപിച്ചിരുന്നു. പ്രധാന സാഹിത്യകൃതികൾ. 1. ആത്മാനുതാപം, മലയാളത്തിലെ ആദ്യകാല ഖണ്ഡകാവ്യങ്ങളിലൊന്ന്. 2. ഒരു പിതാവിന്റെ കത്ത്, കുടുംബബന്ധങ്ങളും കുട്ടികളുടെ വളർത്തലും മെച്ചപ്പെടുത്താനുള്ള മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ കൃതി. 3. അനുകമ്പയുടെയും ധ്യാനത്തിന്റെയും ഗാനങ്ങൾ, ആത്മീയ ചിന്തകൾ നിറഞ്ഞ കവിതകൾ. 1987 ഏപ്രിൽ 20-ന് ഇന്ത്യൻ തപാൽ വകുപ്പ് വിശുദ്ധ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചന്റെ സ്മരണാർത്ഥമുള്ള തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി. പ്രകാശന തീയതി 1987 ഏപ്രിൽ 20. മുഖവില 60 പൈസ. ഭാരതീയ തപാൽ വകുപ്പ് ഒരു കത്തോലിക്ക വൈദികന്റെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് ഇതാദ്യമായിരുന്നു. ചാവറയച്ചന്റെ ജീവിതവും സാമൂഹിക പരിഷ്കരണങ്ങളും പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട ജീവചരിത്ര സിനിമയാണ് ചാവറ അച്ഛൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും പള്ളിക്കൂടം, അച്ചടിശാല തുടങ്ങിയ വിപ്ലവകരമായ മാറ്റങ്ങളും ഇതിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.